ഓം ശാന്തി. സങ്കൽപ്പങ്ങളുടെ ആധാരത്തിൽ ഞാൻ സ്വയം എൻ്റെ അകാല സിംഹാസനത്തിൽ സ്ഥിതമാകുന്നു. ഞാൻ ആത്മാ മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ചൈതന്യ ശക്തിയാണ്, ചൈതന്യ നക്ഷത്രമാണ്. സർവ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ എനർജിയെ വേർപെടുത്തി മസ്തകത്തിൽ മധ്യത്തിൽ ഏകാഗ്രമാക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ഡിറ്റാച്ചായി എൻ്റെ വീടായ പരമധാമത്തിലേക്ക് പോകുകയാണ്. വിശാലമായ ആകാശലോകത്തെ മറികടന്ന് ഞാൻ ആത്മാപ്രകാശബിന്ദു എൻ്റെ വീടായ പരമധാമത്തിൽ പ്രവേശിക്കുന്നു. എനിക്കു ചുറ്റും ചുവന്ന പ്രകാശം വ്യാപിച്ചിരിക്കുന്നു. ശിവബാബയിൽ നിന്നും പവിത്രതയും സർവശക്തികളും ചുവന്ന കിരണങ്ങളുടെ രൂപത്തിൽ പുറപ്പെട്ട് ഞാൻ ആത്മാവിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും ബാബയും ഇപ്പോൾ ഒരുമിച്ചാണ്. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഭഗവാന്റെ കൂടെയിരിക്കുന്ന ആത്മാവാണ് ഞാൻ. ഇപ്പോൾ ഞാനും ബാബയും പരമധാമം ഒഴിവാക്കി സൃഷ്ടി രംഗമഞ്ചത്തിനു മുകളിൽ വിരാജമാനാകുന്നു. വേൾഡ് സ്റ്റേജിനു മുകളിൽ സ്ഥിതി ചെയ്ത് സൃഷ്ടി നാടകത്തെ സാക്ഷിയായി കാണുന്നു. കലിയുഗത്തിലെ ആത്മാക്കൾ ദുർഗതിയിലേക്ക് പോകുകയാണ്. മുഴുവൻ ലോകവും വികാരങ്ങളുടെ ബന്ധനത്തിലാണ്. സർവ ആത്മാക്കളും അനേകം ആഗ്രഹങ്ങളാൽ ബന്ധിതമായിരിക്കുന്നു. ബാബയുടെ കൂടെ
ഞാനും ഈ ലോകത്തെ കാണുകയാണ്. മഹാൻ ഭാഗ്യശാലി രാജയോഗി രാജഋഷി ആത്മാക്കളെ കാണുന്നു. ഭഗവാൻ തന്റേതായി തിരഞ്ഞെടുക്കപ്പെട്ട ഹീറോ ആക്ടേഴ്സ് മഹാൻ ആത്മാക്കളെ കാണുന്നു. എൺപത്തിനാല് ജന്മങ്ങൾ പൂർണ്ണമാക്കി ഇപ്പോൾ അന്തിമ ജന്മത്തിലാണ്. മറ്റാത്മാക്കളുടെ രക്ഷകരായി ഈ സൃഷ്ടിയിലിരിക്കുന്നു. ശിവബാബ പവിത്രതയുടെ സാഗരം, പവിത്രതയുടെ പ്രകമ്പനങ്ങൾ നിരന്തരം ആത്മാക്കളിലെത്തിക്കുന്നു. മുഴുവൻ ആത്മീയ സേന തന്റെ സർവ ആത്മീയ സഹോദരങ്ങളെ വികാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നു. വീണ്ടും എൻ്റെ ശരീരത്തിൽ മസ്തക മധ്യത്തിൽ വിരാജമാനാകുന്നു. ശിവബാബ തിരികെ പരമധാമത്തിലെത്തുന്നു. എൻ്റെ ബുദ്ധിയോഗം ശിവബാബയോട് ഞാൻ ചേർത്തു വെക്കുന്നു. ബാബയുടെ ഓർമ്മയിലിരുന്ന് ഞാൻ പാവനമാകുന്നു. ഞാനിപ്പോൾ വാനപ്രസ്ഥാവസ്ഥയിലാണ്. വാണിയിൽ നിന്നും ഉപരിയായി പോകുന്നു. ഉയർന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കുന്നു. സഹോദരനാണ് എന്ന ദൃഷ്ടിയുണ്ടാക്കാൻ അഭ്യാസം ചെയ്യുന്നു. ഞാൻ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. വാണിക്ക് ഉപരിയായി പോകണം. അതിനു വേണ്ടി അച്ഛനെ പൂർണ്ണമായും ഓർമ്മിച്ച് പാവനമായി മാറണം. മുഴുവൻ പഴയ ലോകവും പരിവർത്തനപ്പെടണം. ഇത് വളരെ വലിയ പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇവിടെ എല്ലാവരും അഭിനേതാക്കളാണ്. എൺപത്തിനാല് ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ എല്ലാവരും തിരിച്ചു പോകുകയാണ്.
ബാബയുടെ ശ്രീമതമനുസരിച്ച് ഞാൻ അധികാരിയാകുന്നു. കൽപ്പകൽപ്പം ശ്രീമതമനുസരിച്ച് ഞാൻ ഭാരതത്തെ സ്വർഗമാക്കുന്നു. ശിവബാബ ഭാരതത്തെ ശിവാലയമാക്കി മാറ്റുന്നു. ബാബ മക്കളെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ് 84 ജന്മങ്ങളിൽ 84 സ്വഭാവങ്ങളായിരുന്നു. ഇതിൽ വ്യത്യാസമില്ല. വിശ്വത്തിൽ ശാന്തിയില്ല. പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. മരണം തലക്കുമുകളിലുണ്ട്. ആദി സനാതന ദേവി ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുന്നു. മറ്റെല്ലാ ധർമ്മങ്ങളുടെയും വിനാശമുണ്ടാകുന്നു. ഞാൻ സ്വർഗത്തിന്റെ സമ്പത്ത് നേടുന്നു. പെട്ടെന്ന് തന്നെ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ദുഃഖവും വേദനയുമെല്ലാം ഇല്ലാതാകുന്നു. ഞാൻ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്ന് ഈ അന്തിമ ജന്മത്തിൽ പവിത്രമാകുന്നു. അച്ഛന്റെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നു. പവിത്രമായി മാറുന്നതിന് ഭഗവാൻ ഏത് ആജ്ഞയാണോ നൽകുന്നത് അതിന് അവജ്ഞ ചെയ്യില്ല. ഡ്രാമയുടെ ഭാവി അചഞ്ചലമാണ്. ഞാൻ നിശ്ചിന്തമായിരിക്കുന്നു. വിനാശത്തിന് മുമ്പ് എല്ലാവർക്കും സന്ദേശം എത്തിക്കണം. ഞാൻ ബാബയുടെ വരദാനത്തെ ബുദ്ധിയിൽ സ്പഷ്ടമാക്കുന്നു. ജ്ഞാനാമൃതത്തിനു വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളുടെ ദാഹം ശമിപ്പിക്കുന്ന, തൃപ്തരാക്കി മാറ്റുന്ന മഹാൻ പുണ്യാത്മാവായി ഭവിക്കൂ. ദുഃഖവും അശാന്തിയും കൊണ്ട് പിടയുന്ന ആത്മാക്കൾക്ക് ജ്ഞാനാമൃതം കൊടുത്ത് ദാഹം ശമിപ്പിക്കുന്നു. ഞാൻ പുണ്യാത്മാവായി മാറുന്നു. കഴിഞ്ഞു പോയതിന് ബിന്ദുവിട്ട് ധൈര്യത്തോടെ മുന്നേറൂ എങ്കിൽ ബാബയുടെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും. ഓ ശാന്തി.